ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് 4 മണിക്ക് ശേഷം ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണ് പറയുന്നത്. മോനെയും മോളെയും സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മോനെ പിക്ക് ചെയ്തു, ഇനി മോളെയും കൂടെ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കുട്ടികളുടെ ഇടയിൽ മോൾ വരുന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാ മക്കളും ഒരേപോലെയല്ല യൂണിഫോം. അവൾ തന്നെ മോൾ തന്നെ എൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ ഞങ്ങൾ ടൂ വീലറിലാണ് പോകുന്നത്. ഏട്ടനില്ലാത്ത കാരണം ഞാൻ ടൂ വീലർ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ പോണു. മോൻ നേരെ നടക്കുന്നുണ്ട് വണ്ടി വെച്ച സ്ഥലത്തേക്ക്. അവൻ ചെല്ലുമ്പോൾ വണ്ടി കാണുന്നില്ല അവിടെ. പിന്നെ നോക്കിയപ്പോഴാണ് തെങ്ങിൻ്റെ ബാക്കിലേക്ക് നിർത്തിയിരിക്കുന്നത്. ഞാൻ പിന്നെ പാടുപെട്ടിട്ടാണ് വെളിയിലേക്ക് ഇറക്കിയത്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അത് പറയാൻ വിട്ടുപോയി. വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. പോകുന്ന വഴിക്ക് ഒരു ഓട്ടോ മറിഞ്ഞു കിടക്കുക. എന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഒരു നായ കുറുകെ ചാടിയതാണ്. അതിൽ ചെറിയൊരു കുഞ്ഞുവാവി ഉണ്ടായിരുന്നു. എന്തോ പിന്നെ കൂടുതൽ പരിക്കുകളൊന്നും കാര്യമില്ല. പിന്നെ അവിടുത്തെ നാട്ടുകാരൊക്കെ കൂടി ചേർന്ന് അവരെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയി. പിന്നെ അങ്ങനെ ഞങ്ങൾ വീടെത്തി ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ എന്താ വൈകുന്നേരത്ത് കറി ഉണ്ടാക്കാമെന്നൊക്കെ ചിന്തിച്ചിരുന്ന് ഇപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും കൂടെ ചേരും. അതും ഒരു സന്തോഷമാണല്ലോ. അതെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി. 2-3 വഴുതനങ്ങയൊക്കെ കിട്ടി. വെണ്ടയ്ക്ക വഴുതനങ്ങ എല്ലാം കിട്ടി. പിന്നെ നോക്കുമ്പം പന്നി വന്ന് കുത്തി എല്ലാ കപ്പയും പോയിരിക്കുക. കപ്പ പാടത്ത് നിറയെ കപ്പ ഇട്ടിട്ടുണ്ട്. കൊടുക്കാനായിട്ട് തന്നെയാണ്. വാട്ടുകപ്പയായിട്ടോ അല്ലെങ്കിൽ പച്ചക്കോ അങ്ങനെ വെച്ചാൽ കൊടുക്കും. നോക്കുമ്പോൾ പന്നികൾ കുത്തി ഫുള്ളും പോയി കിടക്കുക, വീണ് കിടക്കുക. പിന്നെ വാഴ, ചേമ്പ്, ചേന എല്ലാം പോയി. കുറേ നശിച്ചു പോയി. എന്നാലും അമ്മയും അച്ഛനും വിടില്ല, പിന്നെയും ചെയ്തുകൊണ്ടേയിരിക്കും. കൊണ്ടുപോകുന്നത് പോട്ടെ, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവരിങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇടക്കൃഷിയായിട്ട് മറ്റേ കുമ്പളങ്ങയും മത്തനും അങ്ങനെ കുറേ കൃഷികൾ പച്ചക്കറികൾ കുറേ വെക്കാറുണ്ട് അച്ഛനും. പരമാവധി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിക്കുള്ളൂ. വെണ്ടയൊക്കെ ആയിട്ടുണ്ട്, പറിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. എല്ലാവരും കൂടെ അങ്ങനെ ഇറങ്ങി നല്ല ഹാപ്പിയാണ്. ഏട്ടനും ലീവുള്ള ദിവസങ്ങളിലാട്ടോ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുള്ളൂ. കിണറിൻ്റെ സൈഡിൽ തന്നെ അമ്മ ഒരു ചട്ടിയിലാണ് ചേമ്പ് വെച്ചിരിക്കുന്നത്. അതുപോലെ കുമ്പളങ്ങ വെച്ചിട്ടുണ്ട്, പച്ചമുളക്, വെള്ള കളർ മുളക്, കാന്താരി. അന്നത്തെ കാന്താരിയുടെ വീഡിയോ ഒക്കെ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ കിട്ടിയ കാന്താരി തന്നെയാണ് കേട്ടോ. ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും വിൽക്കും. അമ്മയും ചേട്ടനൊക്കെ അങ്ങനെയാണ്, വിൽക്കും. പിന്നെ അങ്ങനെ ഇരുന്ന് ചേച്ചി വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ മേടിച്ചിട്ട് വന്നു. ഉണ്ടാക്കാൻ നിന്നില്ല, മേടിച്ചിട്ട് വന്നു. ചേച്ചി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. താഴെ തന്നെ ഇരുന്നിട്ടേ കഴിക്കുള്ളൂ. ടേബിളിലോ അങ്ങനെയൊന്നും ഇരിക്കില്ല. ഇപ്പം എൻ്റെ ഏട്ടനുണ്ട്, ഹസ്ബൻഡ് ഉണ്ടെങ്കിലും കൂടെ ഞങ്ങൾ തറയിലിരുന്നിട്ട് തന്നെയാണ് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുള്ളൂ. ഇതാണൊരു സുഖം. അച്ഛനും അമ്മയും മേലെ ഇരിക്കും, ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിലിരിക്കുന്നത്. ആൾ ജോലിക്ക് പോയി അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയും സർലാസും അതുപോലെ കാച്ചാറും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് മോൻ്റെ മേലെ വെള്ളം തട്ടിപ്പോയി. അവനതെല്ലാം ഡ്രസ്സെല്ലാം മാറ്റിക്കൊടുത്ത് കിടക്കാൻ നേരത്താണ് ഈ കളി. രണ്ടാളും കൂടെ, ഏട്ടനും അതുപോലെ മോനും കൂടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈലിൽ പാട്ടൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അവനാണെങ്കിലോ ഉണങ്ങാനിട്ട തുണി തന്നെയൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു 11 മണി വരെ കളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.